നിങ്ങൾ ഒരു സിനിമ പ്രേമിയാണെന്നുണ്ടെങ്കിൽ, തിയേറ്റർ ആരാധകനാണെന്നുണ്ടെങ്കിൽ, ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് അൾട്ടിമേറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫ് എ മൂവി ദാറ്റ് യു ക്യാൻ പോസിബിളി എവർ ഹാവ്. അതാണ് ഇൻ്റർസ്റ്റെല്ലാർ ഐമാക്സിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അൾട്ടിമേറ്റ് ഐമാക്സ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായിട്ടും ഇൻ്റർസ്റ്റെല്ലാറിൽ വലിയ ഒരു പങ്കുണ്ട്. ബോത്ത് വിഷ്വലി ആൻഡ് എക്സ്പീരിയൻസ് വൈസ് വേറെ ലെവൽ പടം. സിനിമയെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഇറ്റ് ക്രിയേറ്റഡ് ഹിസ്റ്ററി, സ്റ്റിൽ കണ്ടിന്യൂസ് ടു ക്രിയേറ്റ് ഹിസ്റ്ററി. റിലീസ് അനൗൺസ് ചെയ്തപ്പോൾ തൊട്ടുള്ള ഈ സിനിമയ്ക്കുള്ള സ്വീകരണം, റെക്കോർഡ് ബുക്കിംഗ്, 1.5 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റ് വിറ്റുപോയിരിക്കുന്നു. ഇപ്പോഴും അപ്ഡേറ്റ് വരാൻ കിടക്കണം, എത്ര കൃത്യം എണ്ണം എന്നുള്ളത് അറിയില്ല. 1.5 മുകളിൽ ലക്ഷം ടിക്കറ്റാണ് വിറ്റുപോയിരിക്കുന്നത്. ഐമാക്സ് വിത്ത് ലേസർ കൊച്ചിയിൽ കണ്ടു. ഈ സിനിമ ഞാൻ ഒന്നും കൂടി കാണുന്നുണ്ട് ബ്രോഡ്വേ സിനിമാസ് ഐമാക്സ് വിത്ത് ലേസറിൽ. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഈ സിനിമ മുംബൈയിലുള്ള 4 ലേസർ വെന്യൂസിലും കൂടി പോയി കാണണം എന്നുള്ളത്. മനസ്സ് എന്നോട് പോകാൻ പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ ആരോഗ്യം നില ഭയങ്കര സീനാണ്. ഇന്നലെ എനിക്ക് പൊള്ളുന്ന പനിയും അന്യായ തൊണ്ടവേദനയും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. 2 സിനാറസ്റ്റ്, 2 സിട്രസിൻ, 2 മോക്സിലാണ് ഞാൻ ഇന്ന് ഈ സിനിമ പോയി കണ്ടത്. അതിൻ്റെ എഫക്റ്റോടുകൂടി ഇന്നലെ അത്രയും ബുദ്ധിമുട്ടി ഇരുന്ന അവസ്ഥയിൽ നിന്നും ഇന്ന് രാവിലെ ഈ സിനിമ കാണാൻ എൻ്റെ ആരോഗ്യം അനുവദിച്ചു എന്നുള്ളതാണ് അത്ഭുതം വരുന്നത്. നമ്മളൊരു കാര്യം ആദ്യമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനു വേണ്ടി സഹകരിച്ച് തരും എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഇന്ന് എൻ്റെ ബോഡി സഹകരിച്ച് എനിക്ക് തന്നത്. ഞാനിപ്പോഴത്തെ ഈ AC ഇവിടെ ഓണാക്കിയിട്ട് പോലും ഇരുന്ന് വേർക്കാണ്. അത്രയും പൊള്ളുന്ന പനിയായിരുന്നു എനിക്ക്. എന്നിട്ട് ഞാൻ പറയാണ്, ഒന്നൊന്നര എക്സ്പീരിയൻസ്. ഇത് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് റിഗ്രറ്റഡ് മൈ ഹോൾ ലൈഫ്. 10 കൊല്ലങ്ങൾക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്ത് എനിക്കത് ഐമാക്സിൽ കാണാൻ പറ്റി. 10 കൊല്ലങ്ങൾക്ക് മുന്നേ ഈ സിനിമ റിലീസ് ചെയ്തപ്പോൾ 2 തവണ ഞാൻ തിയേറ്ററിൽ കണ്ടു. എൻ്റെ ഓർമ്മ കൃത്യമായിട്ട് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടത് പണ്ട് സിനിമാക്സ് എന്നുള്ള ഇപ്പോഴത്തെ ഒബ്രോൺ മോളിലുള്ള PVRൽ ഒരു തവണ കണ്ടു. പിന്നെ ഞാൻ കണ്ടത് സ്ക്രീൻ 6 ലുലു മോളിലാണ്. കൃത്യമായ ഓർമ്മ എനിക്കില്ല, എന്നാലും 2 തവണ ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അത് 2ഉം മൾട്ടിപ്ലക്സിൽ തന്നെ കണ്ടതെന്നുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. സിനിമാക്സിൽ കണ്ടത് നല്ല ഓർമ്മയുണ്ട്, പക്ഷേ സ്ക്രീൻ 6 ആയിരുന്നോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷേ ഏകദേശം ഒരു 80-90% ഞാൻ അവിടെ തന്നെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഒന്നും അല്ല. ഈ സിനിമ ഐമാക്സിൽ കണ്ടില്ലെങ്കിൽ ഈ സിനിമ നിങ്ങൾ മര്യാദക്ക് കണ്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയത്. ഞാൻ ഇനിയും ഈ സിനിമ പൂർണ്ണമായ രീതിയിൽ കാണാൻ ബാക്കി കിടക്കുന്നു. കാരണം ഇത് കാണേണ്ടിയിരുന്നത് ശരിക്കും ഇപ്പോഴത്തെ പ്രസാദ് സിനിമാസ്, പ്രസാദ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് PCX എന്നുള്ള തിയേറ്റർ പണ്ട് പ്രസാദ് ഐമാക്സ് ആയിരുന്നപ്പോൾ ഞാൻ ഇത് ഇറങ്ങിയ കൊല്ലം ഇത് കാണാൻ വേണ്ടിയായിട്ട് ഫാമിലിയായിട്ട് ഞാൻ ഹൈദരാബാദ് പോയി. ഫാമിലിയായിട്ട് ട്രിപ്പ് പോയതാണ്. ഹൈദരാബാദ് ചെന്നു. ഇൻ്റർസ്റ്റെല്ലാർ കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ അവർ ചെല്ലുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഐമാക്സും പ്രസാദുമായിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷോ നിർത്തിവെച്ചു. പകരം അവിടെ ഇപ്പോൾ ആഗഡു എന്നുള്ള മഹേഷ് ബാബുവിൻ്റെ ഒരു സിനിമയാണ് അവിടെ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഐമാക്സ് കാണാനുള്ള ആഗ്രഹം കൊണ്ട് അകത്ത് കയറി, അച്ഛനും അമ്മേനെയൊക്കെ കാണിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അകത്ത് കയറി ഞാൻ ആഗഡു എന്നുള്ള തെലുങ്ക് സിനിമയാണ് അവിടെ കണ്ടത്. കണ്ട സ്ക്രീൻ ഏതാണെന്ന് നിങ്ങൾ ആലോചിക്കണം. GT സ്ക്രീൻ 1.43:1 റേഷ്യോ സ്ക്രീനിൽ ഞാൻ ആഗഡു ആണ് കണ്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഈ സിനിമ അവിടെ നിന്ന് കാണാൻ പറ്റാതെ പോയതിൻ്റെ എൻ്റെ വിഷമവും എൻ്റെ ആ ഒരു അൺലക്കും മാറിയത് ഇന്നാണ്. ഇന്ന് ഞാനിത് ഐമാക്സിൽ കാണുമ്പോൾ ഐ നെവർ ഈവൻ തോട്ട് എൻ്റെ നാട്ടിൽ കൊച്ചിയിൽ ഒരു ഐമാക്സ് വരും, അതൊരു ഐമാക്സ് വിത്ത് ലേസർ ആയിരിക്കും, അവിടെ ഞാൻ ഇൻ്റർസ്റ്റെല്ലാർ കാണും, അതിൽ ചെറിയൊരു പങ്ക് എനിക്ക് വഹിക്കാൻ പറ്റും എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു സോ മച്ച് ഐമാക്സ് ഇന്ത്യ, ഐമാക്സ്, സിൻകോപ്പി, വാർണർ ബ്രദേഴ്സ് ഇന്ത്യ, വാർണർ ബ്രദേഴ്സ് ഒഫീഷ്യൽ ഫോർ ഗിവിങ് അസ് ദിസ് മൂവി. ഇത് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം കൊണ്ടാണ് ഈ സിനിമ ഇവിടെ എത്തിയത്. ചെറിയൊരു പങ്ക് എനിക്കും വഹിക്കാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട്.
പിന്നെ സിനിപോളിസിൻ്റെ സഹകരണം പറയാതിരിക്കാൻ വയ്യ. ഞാൻ എന്തൊക്കെ ഫീഡ്ബാക്ക്സ് അവർക്ക് കൊടുത്തോ, ഇന്ന് രാവിലെ പോലും പറഞ്ഞ കാര്യം അവർ കൃത്യമായിട്ട് ചെയ്തു തന്നു. ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ട് കൂടി അവർ ടേപ്പ് ചെയ്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് തന്നു. താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞാൽ താങ്ക് യു സോ മച്ച്. വേറെ ഒന്നും പറയാനില്ല, കാരണം അത്രയും കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ത്രൂ ഔട്ട് ദ മൂവി ഗൂസ് ബംസ്. ഹാൻസ് സിമ്മറിൻ്റെ പീക്കാണ് ഈ സിനിമ. ഇതാണ് ഹാൻസ് സിമ്മറിൻ്റെ എയ്സ്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. ഒരു രക്ഷയില്ലാത്ത ഒരു സിനിമ കാഴ്ച കേൾവി അനുഭവം. ഇതേ ഉള്ളൂ ഈ സിനിമയെപ്പറ്റി പറയാൻ. നിങ്ങൾ ഈ സിനിമ ഐമാക്സിൽ തന്നെ കാണണം, അതാണ് എൻ്റെ റിക്വസ്റ്റ്. ഐമാക്സിൽ കണ്ടില്ലെങ്കിൽ ഈ സിനിമയോട് നിങ്ങൾ കാണിക്കുന്ന നീതികേടോ അല്ലെങ്കിൽ പൂർണ്ണതയില്ലായ്മയായിരിക്കും എന്ന് ഞാൻ പറയും. കാരണം ഞാനിതിപ്പോൾ എല്ലാ പോസിബിൾ പറ്റുന്ന പരിപാടിയിലും ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞിരിക്കുക. 4DX കണ്ടിട്ടില്ല. ഈ സിനിമ 4DX കാണാനേ എനിക്ക് ആഗ്രഹമില്ല. എനിക്കിത്ര പറയാനുള്ളത്, നിങ്ങൾ ഈ മുഴുവൻ വീഡിയോ ഒന്നും കാണാനൊന്നും നിൽക്കണ്ട, ആരുടെയും വീഡിയോ കാണാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറയും. ഈ സിനിമ ഓൾറെഡി തെളിയിച്ചതാണ് ഇത് ഭയങ്കര സംഭവബഹുലമായ ഒരു പടമാണെന്നുള്ളത്. നോളൻ ഒരുപാട് കിടിലൻ പടം എടുത്തിട്ടുണ്ടെങ്കിലും ദിസ് ഇസ് സംതിങ് സ്പെഷ്യൽ. ഇത് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീലുണ്ട്. ഒരു രോമ എഴുന്നേറ്റൊക്കെ സല്യൂട്ട് അടിക്കും എന്നൊക്കെ ആൾക്കാർ പറയില്ല, അങ്ങനത്തെ സാധനമായിരുന്നു ഈ പടം. നിങ്ങളിത് തിയേറ്ററിൽ ഐമാക്സ് ചെന്ന് ഇരുന്ന് ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കണം, അത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ഇത് എപ്പോഴത്തെ സിനിമയാണെന്ന് അറിയാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വായിൽ നിന്ന് ചിലപ്പോൾ വരാൻ പോകുന്ന മറുപടി ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ ഇപ്പം ഇറങ്ങിയ സിനിമയെന്ന് പറഞ്ഞു പോകും. 10-11 കൊല്ലം മുന്നേ ഇറങ്ങിയ ഈ സിനിമ ഇന്നും കട്ടക്ക് ഇപ്പോഴത്തെ എല്ലാ സിനിമകളെയും ഈസിയായിട്ട് തരണം ചെയ്ത് കളയും. അമ്മാതിരി മേക്കിങ്. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് എവർ മെയ്ഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ എന്നുകൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഗ്രാവിറ്റി എന്നുള്ള സിനിമയും ഈ സിനിമയും മാഡ് മാക്സ് ഫ്യൂറി റോഡ്, ഏലിയൻ റോംലെസ്, അവതാർ, ഇതൊക്കെ അൾട്ടിമേറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ജുറാസിക് പാർക്ക്, ടൈറ്റാനിക്, വേറെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി റേഞ്ച് സിനിമകൾ. ഇത് ഐമാക്സിൽ ഒരു നമ്മൾ ഈ 8ാമത്തെ ലോകാത്ഭുതം കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലാണ് ഐമാക്സിൽ പോയിരിക്കുമ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇത് 90-100 അടി GT സ്ക്രീനുകളിലും ഡോം ഐമാക്സിലും ഒമ്നി മാക്സിലൊക്കെ കാണാൻ പറ്റിയ ആൾക്കാർക്ക് അതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞും എനിക്കറിയാം. ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോരുത്തർ കാണാൻ പോയപ്പോഴൊക്കെ എനിക്ക് അയച്ചു തന്നതും ഒക്കെ ആയിട്ട് അസൂയ മാത്രമേ, സ്നേഹത്തോടെയുള്ള അസൂയ മാത്രം. ഇത് തന്നെ എനിക്ക് വേറെ ലെവലാണ്. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ കണ്ടത് 2.39:1 നിന്ന് 1.90:1 ആസ്പെക്ട് റേഷ്യോ സ്വിച്ചിങ് ഉള്ള മോഡലാണ്. ഇതൊരു GT ഡ്യുവൽ ലേസർ ഐമാക്സോ അല്ലെങ്കിൽ 70mm ഐമാക്സിൽ കാണുമ്പോൾ നിങ്ങളത് 1.43:1 കാണാൻ പോണത്. ഗ്രാവിറ്റി എന്നുള്ള സിനിമ സ്കോപ്പ് റേഷ്യോ പടമാണ്. ഇതുപോലെ എക്സ്പാൻഡഡ് ഒന്നും ആവത്തില്ല. ആ എക്സ്പാൻഡഡ് വ്യൂവിൽ 65mm ഫിലിം റോളിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. പണ്ട് എൻ്റെ അച്ഛൻ യാഷിക്ക ക്യാമറയിൽ എൻ്റെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 5 ലക്ഷം 6 ലക്ഷം 10 ലക്ഷം രൂപയുടെ ക്യാമറ എടുത്താൽ പോലും എൻ്റെ അച്ഛൻ യാഷിക്കയിൽ എടുത്തിരിക്കുന്ന ഫിലിം റോളിൽ, കൊഡാക്കിൻ്റെ അല്ലെങ്കിൽ ഫ്യൂജി ഫിലിമിൻ്റെയൊക്കെ ഫിലിം റോളിൽ എടുത്തിരിക്കുന്ന എൻ്റെ ഫോട്ടോയുടെ 7 എഴുത്ത് കെട്ടാൻ കൊള്ളില്ല. അമ്മാതിരി ബൊക്കെ മഞ്ഞായ ഒരു ഹെവൻലി ഫീലാണ് ആ ഫുട്ടേജിൽ ഉണ്ടാവണത്. എൻ്റെ ഫേവററ്റ് എൻ്റെ കുഞ്ഞിലുള്ളൊരു ഫോട്ടോ ഉണ്ട്. അത് എൻ്റെ അച്ഛനെടുത്ത ഫോട്ടോ. അതൊരു സംഭവപരമായ ഒരു പിക്ചറാണ്. എൻ്റെ അച്ഛൻ മികച്ച ഫോട്ടോഗ്രാഫറോ ഒന്നുമല്ല, ഒരു സാധാരണ ഒരു അച്ഛൻ മകൻ്റെ ഫോട്ടോ എടുത്താണ്. പക്ഷെ അത് എടുത്ത ക്യാമറ ഫിലിം റോളിലായതുകൊണ്ടും ഫോക്കസിലെടുത്തുകൊണ്ടും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അതാണ് ഇൻ്റർസ്റ്റെല്ലർ. ആ ഒരു സാധനമാണ് ഇൻ്റർസ്റ്റെല്ലർ. ഫിലിമിലെടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിൽ കൺവേർട്ട് ചെയ്തിട്ടും എൻ്റെ ക്ലാരിറ്റി ഒന്ന് നിങ്ങൾ കാണണോടെ. ഐ കനോട്ട് എക്സ്പ്ലെയിൻ ദാറ്റ് ടു യു. ഇത്ര നാളായിട്ട് കൊച്ചി ഐമാക്സ് വിത്ത് ലേസറിൽ വന്നുകൊണ്ടിരുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇൻ ഐമാക്സ് മൂവീസാണ്. അതായത് ഐമാക്സിൻ്റേതായിട്ടുള്ള DMR പ്രോസസ്സ്, ഐമാക്സ് എൻഹാൻസ്ഡ് ആയിട്ടുള്ള മൂവീസാണ് ഇതുവരെ വന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഫിലിംഡ് വിത്ത് ഐമാക്സ് ക്യാമറ, ഫിലിംഡ് ഫോർ ഐമാക്സ് തിയേറ്റേഴ്സാണ്.
അതിൻ്റെ ഡിഫറൻസ് നിങ്ങളൊന്ന് കാണണം. ഈ സിനിമ ഈ തിയേറ്ററുകാർക്ക് ഇവരുടെ ഒരു ഷോക്കേസായിട്ട് കാണിക്കാം. അമ്മാതിരി ലെവൽ പടമാണ്. ഇതാണ് നമ്മുടെ ഈ ടി വി ഒക്കെ വാങ്ങാൻ പോകുമ്പോഴേക്കും മറ്റേ ഇട്ട് കാണിക്കേണ്ട പടമെന്ന് പറയൂലേ, ആ ടി വിയുടെ മാക്സിമം പെർഫോമൻസൊക്കെ. അതുപോലെ തിയേറ്ററിൻ്റെ മാക്സിമം സൗണ്ടും വിഷ്വലും കാണിക്കണമെങ്കിൽ ഈ പടം അങ്ങ് ഇട്ടങ്ങ് കൊടുത്താൽ മതി. ഇന്ന് മിക്ക ആൾക്കാരുടെയും റിയാക്ഷൻ എന്തായിരുന്നു അറിയാമോ? എവിടെയുടെ സ്പീക്കറൊക്കെ ഇരിക്കണേ എന്നുള്ളതാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഫുൾ തിയേറ്ററിൽ 5 സ്പീക്കറേ ഉള്ളൂ എന്നുള്ളത്. 5 സ്പീക്കറേ ഫുൾ തിയേറ്ററിലുള്ളൂ. പക്ഷെ വരുന്ന സൗണ്ട് ഉണ്ടല്ല, നിങ്ങൾ എവിടെ നിന്നൊക്കെ സൗണ്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സിനിമയുടെ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്ന 5.1-ലാണ്. അപ്പോൾ കുറേ ചാനൽസ് ഉണ്ടാവണേലല്ല, സൗണ്ട് മിക്സ് ചെയ്യണവൻ്റെ കഴിവിലാണ് ഇരിക്കുന്നത്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തലയുടെ മുകളിൽ കൂടെ കാലിൻ്റെ ഇടയിൽ കൂടെ എവിടെ കൂടെയൊക്കെയാണ് നട്ടലിന്ന് വരെ സൗണ്ട് വരുന്നുണ്ടായിരുന്നു. ഇത് എങ്ങനെ പോസിബിൾ എന്നുള്ളത് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്ത ആളുടെ കഴിവാണത്. പിന്നെ ഈ സിനിമ ടോട്ടാലിറ്റിയിൽ എഡിറ്റിംഗ് ആയിക്കോട്ടെ, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാവരും പ്രഗത്ഭരാണ്. അവർക്ക് എല്ലാവർക്കും ഈ സിനിമ ഒരു മുതൽക്കൂട്ടാണ്. അവരുടെ റെസ്യൂമിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന സാധനം. അത്രയും ഗംഭീരമായ ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ ട്രീറ്റാണ് ഈ സിനിമ ഇൻ ഐമാക്സ്. നിങ്ങളിത് ഏതെങ്കിലും ഒരു തിയേറ്ററിൽ കാണേണ്ട പടം അല്ല, അത് ഞാൻ തറപ്പിച്ച് പറയണു. ഇത് ഐമാക്സിൽ തന്നെ കാണണം. അതിന് നിങ്ങൾ എത്ര ദൂരം പോയാലും എത്ര പൈസ കൊടുത്താലും എന്തൊക്കെ ചെയ്താലും നിങ്ങളൊരു സിനിമ ലവറാണെങ്കിൽ ഒരു രീതിയിലും പൈസ നഷ്ടമോ സമയനഷ്ടമായിട്ട് ഫീൽ ആവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത് അമ്മാതിരി ഗംഭീര പടമാണ് ഈ സാധനം. പിന്നെ എൻ്റെ അഭിപ്രായമാണ് ഇത് ഐമാക്സ് വിത്ത് ലേസർ തന്നെ കാണണം എന്നുള്ളത്. ഐമാക്സ് വിത്ത് ലേസറിൻ്റെ ടിക്കറ്റ്സ് പോലും വളരെ വില കുറവാണ്. നമ്മുടെ നാട്ടിൽ കാണിക്കുന്നൊരു ശുദ്ധ പോക്കൃത്തരമുണ്ട്. അത് ഏത് സ്റ്റേറ്റിലാണ് സീനോൺ ഐമാക്സ് വെച്ചിട്ട് 750 രൂപ, 700 രൂപ, 900 രൂപ ടിക്കറ്റ് പ്രൈസ് ചെയ്തിരിക്കുന്നത്. വളരെ ലൂട്ടിങ് ലെവലിലുള്ള കച്ചറ പരിപാടി, അത്ര എനിക്ക് പറയാനുള്ളത്. ഇഫ് ഇറ്റ് വാസ് ഐമാക്സ് വിത്ത് ലേസർ, ഓക്കെ, ഐ വുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് ബോതേർഡ് ടു സേ ഓക്കെ ലേസറാണ്, ഡിമാൻഡ് ഉണ്ട്, ഓക്കെ എന്ന് പറയാം. ഇത് എന്തുവാടേ, ഒരു മര്യാദ വേണ്ടേ? നിങ്ങളെക്കാൾ ഫാർ സുപ്പീരിയർ പ്രൊജക്ഷൻ സിസ്റ്റമാണ് കൊച്ചിയിലിരിക്കുന്നത്. അതിനും സുപ്പീരിയർ പ്രൊജക്ഷൻ സിസ്റ്റം ഉള്ള വെന്യൂസിൽ പോലും ഇത്രയും പ്രൈസ് ഇല്ല. കോയമ്പത്തൂർ പോലും ഇല്ല ഇത്രയും പ്രൈസ്. അതും പിക്ചർ പെർഫെക്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് സെൻട്രൽ റോയിൽ 50 രൂപ വേറെ എക്സ്ട്രാ പൈസ. ശുദ്ധ തോന്നിയവാസം, അതാണ് എനിക്ക് തോന്നിയത്. അവസരം മുതലെടുക്കുന്ന വൃത്തികെട്ട പരിപാടി. അതിലൊരു മര്യാദ വേണം. എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരൻ അബി കാനഡയിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. അവനവിടെ ഐമാക്സ് 70mm GT ഡ്യുവലൈസറൊക്കെ കാണുന്ന ആളാണ്. അവനോട് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചറിഞ്ഞ കാര്യമാണ്, ഇൻ്റർസ്റ്റെല്ലാർ എന്നല്ല എല്ലാ ഓൾമോസ്റ്റ് മൂവീസിനും ഇന്ത്യൻ മണി 600-700 രൂപ ആവുന്നുള്ളൂ. ഇടയിൽ ലോകത്തെ ഏറ്റവും ബെസ്റ്റ് ഫോർമാറ്റ്സാണ് ഞാൻ പറയുന്നത് ഐമാക്സിൻ്റെ. അവിടെ ഇന്ത്യൻ മണി 600 രൂപയുള്ളൂ. അപ്പോഴാണ് ഇവിടെ 750 രൂപ ഏറ്റവും അടിത്തട്ടി കിടക്കുന്ന സീനോൺ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ഷനുള്ള തിയേറ്ററിൽ മേടിക്കുന്നത്. ചെറ്റ പരിപാടി എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എനിവേസ്, അതെനിക്കിവിടെ പറയണമെന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. അത് ശുദ്ധ തോന്നിയാസമാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അൾട്ടിമേറ്റം എന്നാണ് ഞാൻ ഈ എക്സ്പീരിയൻസിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഈസ് അൺലൈക്ക് എനിത്തിങ് എൽസ്. എനിക്കിനി ഐമാക്സിൽ ആ ജിറാസിക് വേൾഡ് ഒന്ന് കാണണം. ഫുൾ മൂവി ഈ എക്സ്പാൻഡഡ് ആസ്പെക്ട് റേഷ്യോയിലായിരുന്നു. ഡ്യൂൺ 1ഉം 2ഉം ഓൾറെഡി കണ്ടേക്കണോണ്ട് എനിക്കറിയാതെ എന്ത് ലെവൽ സാധനമാണെന്നുള്ളത്. പിന്നെ എൻ്റെ തേഴ്സ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്കിനി നമ്മുടെ നാട്ടുകാരെയും മലയാളികളെയൊക്കെ അവഞ്ചേഴ്സ്, ഇൻഫിനിറ്റി വാർ, എൻ ഗെയിം, ഒറിജിനൽ ടോബി മെഗ്വയറിൻ്റെ സ്പൈഡർമാൻ മൂവീസ്, അതുപോലെ തന്നെ ഒരുപാട് അങ്ങനത്തെ കുറേ സിനിമകൾ, ബാറ്റ്മാൻ വേഴ്സസ് സൂപ്പർമാൻ, ഏതൊക്കെ സിനിമ വൈഡർ ആസ്പെക്ട് റേഷ്യോയിൽ ഐമാക്സ് ക്യാമറ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ടോ, സ്റ്റാർ വാർസ്, ഇതൊക്കെ എനിക്ക് മാക്സിമം ഞാൻ അതിന് അറ്റം വരെ പോകാൻ ആരോട് കാല് പിടിക്കാനും കെഞ്ചാനും ഞാൻ തയ്യാറാണ്. ആ സിനിമയുടെ DCPs ദയവീത് കേരളത്തിലേക്കും കൂടി അയയ്ക്കുക. ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഐമാക്സ് കിട്ടിയത്. അപ്പോൾ ആ പഴയ പടങ്ങൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഷോ എങ്കിലും എന്താ
ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ ഒരു നല്ല സിനിമ ഐമാക്സിലിട്ടായതിന് പവർ എന്താണെന്ന്. ഫുൾ കേരളമല്ല, സൗത്ത് ഇന്ത്യയിലെ എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളാണ് ഒരാഴ്ചത്തേക്ക് ഇൻ്റർസ്റ്റെല്ലാർ. അതാണ് ഒരു ഫിലിംഡ് ഫോർ ഐമാക്സ് സിനിമയുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതും ഇത്രയും ഫാൻസുള്ള സിനിമകൾ ഐമാക്സിൽ ഇട്ട് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇറങ്ങിയ സിനിമകൾ പോലും വാഷ് ഔട്ടായിപ്പോയി ഇതിൻ്റെ മുന്നിൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് പേരെ ഇന്ന് ഞാൻ മീറ്റ് ചെയ്തു, നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ കാര്യം അൾട്ടിമേറ്റ് എക്സ്പീരിയൻസ്. എന്തായാലും നമ്മുടെ നാട്ടിലെ ഐമാക്സ് എക്സ്പീരിയൻസ് അതെനിക്കിവിടെ പറയാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ പുറം രാജ്യത്തൊക്കെയാണെങ്കിൽ GT ഡ്യുവലൈസറും ഡോമ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്കൊന്നും തോന്നില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളവർ ഇതൊന്നും കണ്ടിട്ടില്ലടേ. ഞാൻ 70mm ഐമാക്സ് കണ്ടിട്ടുണ്ടെന്ന് വെച്ച് ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കരഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതെന്താണെന്ന് പോലും മനസ്സിലാവില്ല. അവർക്ക് ഐമാക്സ് എന്താണെന്ന് അറിയില്ല, പിന്നെയാണ് ലൈമാക്സ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയ സന്തോഷമാണ്, അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് ഈ സിനിമ ഞാൻ ജീവിതത്തിൽ ഐമാക്സിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഒരു ഐമാക്സ് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെയുള്ള എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരനായ ഒരാൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ തിയേറ്റർ. സിനിപോളിസിൻ്റെ മറ്റൊരു സ്ക്രീനും എനിക്കിഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. പക്ഷേ സ്ക്രീൻ 2 കൊച്ചി ഐമാക്സ് വിത്ത് ലേസർ ആൻഡ് ദ ഇൻ്റർസ്റ്റെല്ലാർ എക്സ്പീരിയൻസ് വാസ് അൾട്ടിമേറ്റം. വേറെ ഒന്നുമില്ലേ, നിങ്ങൾ പോയി കണ്ടുനോക്ക്, എന്നിട്ട് നിങ്ങൾ തന്നെ പറ എങ്ങനെ ഉണ്ടായിരുന്നുള്ള. അനാവശ്യമായിട്ടുള്ള സിനിമ കാണാതെ വെറുതെ ഏരിയ തിരിഞ്ഞുള്ള കോളനി പരിപാടിയും കൊണ്ട് കമൻറ്റി വന്നു കഴിഞ്ഞാൽ വെച്ച് ഓർപ്പിക്കുന്നതല്ല. ശരി, ബൈ ബൈ.